സാറേ, ഇപ്പോൾ ഡിഗ്രി പ്രിലിംസിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. അതെ. അപ്പോൾ പൊതുവെ കുട്ടികൾക്കുള്ള ഒരു ഡൗട്ട്, എനിക്കും ഉള്ളൊരു ഡൗട്ട് ഞാൻ പറയാം. എങ്ങനെ പഠിച്ചാൽ ഈ ചുരുങ്ങിയ ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ ഈ പ്രിലിംസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതല്ലല്ലോ, പ്രിലിംസ് കടക്കാൻ എന്ത് ചെയ്യാം, അതിന് ഏത് മേഖല ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ കിട്ടും? അതൊരു കോമൺ ആയിട്ടുള്ള ഡൗട്ടാണ് സാറിന്റെ ഒരു. ശരിയാണ് സാറ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കുറേ ഇതിനു മുന്നേ 2022 ഈ പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പരിപാടി PSC കൊണ്ടുവന്നത്. നമ്മൾ അതിന്റെ കുറെ കട്ട് ഓഫുകൾ അപ്പോൾ കണ്ടു. നമ്മൾ മനസ്സിലാക്കിയത് എന്താ, 55 മാർക്കിന്റെ മുകളിൽ പോയ ചരിത്രം ഉണ്ടായിട്ടില്ല പ്രിലിംസിന്. ഇത് പ്രാഥമിക പരീക്ഷയുടെ കട്ട് ഓഫ് 55-60 ഉള്ളിലാണ് നിൽക്കുന്നത്. അതും മാക്സിമം അതിന് മുകളിൽ പോവാറില്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഒരു ചലഞ്ച് എന്താ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്താ, ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കാത്ത ഒരു പോയിന്റ് എന്താ, പ്രാഥമിക പരീക്ഷയ്ക്ക് 100 വാങ്ങിച്ചു എന്ന് വെച്ചിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് വേണ്ടത് എന്താ, കട്ട് ഓഫ് പാസ് ചെയ്യാൻ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങളൊരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും GK, സയൻസ് ആൻഡ് ടെക്നോളജി, മാത്സ്, ഇംഗ്ലീഷ്, ലാംഗ്വേജ്, ഇത്രയും ടോപ്പിക്കുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അതെ. ഇനി എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും വരുന്ന ഡൗട്ട് എന്താ, എങ്ങനെ ഈ 60ലേക്ക് എത്തിക്കാമെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്റെ കയ്യിൽ ഇനി എത്ര സമയമുണ്ട് സാറേ, നമുക്ക് ഇനി എത്ര സമയമുണ്ട്? മാക്സിമം ഞാൻ പറയുകയാണെങ്കിൽ 60 ദിവസം. മാക്സിമം നമ്മുടെ 60 ദിവസം. കാരണം നമ്മൾ ഡേറ്റ് വന്നിരിക്കുന്നത് മെയ് മാസം മുതൽ തുടങ്ങും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിക്കണം, മെയ് ഫസ്റ്റ് വീക്കിൽ നമുക്ക് പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ നമുക്ക് തുടങ്ങാം. അങ്ങനെ തന്നെ നമ്മൾ വേഴ്സ്റ്റ് കേസ് പോസിബിൾ, വേഴ്സ്റ്റ് കേസ് വെച്ച് പഠിക്കുക, കൂടുതൽ ദിവസം കിട്ടിയാൽ റിവൈസ് ചെയ്യുക. അതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്. നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിക്കുന്നത്. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, എനിക്ക് 55 മാർക്ക് 60 മാർക്ക് കിട്ടണം, പക്ഷെ കുറച്ച് സമയത്തിനുള്ളിൽ കിട്ടണം, ഞാൻ കുറച്ച് ലോജിക്കലായിട്ട് പഠിക്കണം. അവിടെ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, 20ൽ 20 മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മാത്സ്. ഇനി ഈ മാത്സിലേക്ക് വരുമ്പോഴോ അവിടെയും കുറച്ച് പ്രശ്നക്കാരുണ്ട്. ഈ മാത്സിന്റെ സിലബസ് നമ്മൾ എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റും, കുറച്ച് പ്രശ്നക്കാരുണ്ട്. നമുക്ക് എളുപ്പമെന്ന് തോന്നുന്ന എന്നാൽ തെറ്റിക്കാൻ സാധ്യതയുള്ള ക്ലോക്കും സമയവും പ്രതിബിംബവും എളുപ്പമെന്നൊക്കെ തോന്നിക്കളയും. കാര്യം എന്താ, ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്, തോന്നും ശരിയാവാൻ സാധ്യത കുറവാണ്. അതിനും പിന്നെ ജാമിതീയ രൂപങ്ങൾ, ചുറ്റളവ്, വിസ്തീർണം, വ്യാപ്തം തുടങ്ങിയവ, മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. മെൻസുറേഷൻ പേര് പോലും കേൾക്കാത്തവർ കുറവായിരിക്കും, കേട്ടവർ കുറവായിരിക്കും. ടൈം ഒരുപാട് കളയുന്ന ഒരു ഭാഗമാണ് അത്. അത് ചെയ്ത് നമ്മുടെ വിചാരം എന്താ, ഒരു പൈ R² കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റില്ല. ഓരോന്നിനും വേറെ പൈകളാണുള്ളത്. അപ്പൊ ആ പൈ എല്ലാം പഠിച്ചു വെക്കണം. ഇവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടിന്റെ സഹായം വേണം. എക്സ്പേർട്ട് സഹായം വേണ്ടായിരുന്നു നമ്മൾ ഒരുപാട് മുന്നേ തുടങ്ങിയിരുന്നെങ്കിൽ. ഇനി ഈ 60 ദിവസത്തിനുള്ളിൽ മാത്സിൽ 20 വാങ്ങിക്കണമെങ്കിൽ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യില്ല, പറ്റുന്ന കാര്യമാണ്. സോ അത് ചെയ്യണമെങ്കിൽ ഈ 60ൽ എത്ര ദിവസം ഇതിന് കൊടുക്കണം, അതിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, 20ൽ 20 സ്കോർ ചെയ്യാൻ ഏതൊക്കെ ടോപ്പിക് കവർ ചെയ്യണം, അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ക്ലോക്കും പ്രതിബിംബവും, കുടുംബ ബന്ധങ്ങൾ, എല്ലാവരും വിചാരിക്കും എനിക്കിത് സ്കോർ ചെയ്യാൻ പറ്റും. മറ്റേ നീസും നെഫ്യൂ എല്ലാം കാണുമ്പോൾ ഇതെല്ലാം എനിക്ക് അറിയാമെന്ന് വിചാരമുള്ള ഒരു പറ്റം കുട്ടികളാണ് എക്സാം എഴുതുന്നത്. പക്ഷെ ആൻസർ കീ വരുമ്പോ പിന്നെ നമ്മൾ ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ പരീക്ഷ ഇടുന്ന ആൾക്ക് അറിയാം ഇത് തെറ്റാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയും ചെയ്യും. അതെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, പഠിക്കുക. CCക്ക് അതിനുവേണ്ടി ഉള്ള കഴിഞ്ഞ 17 എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ്, അതിൽ ഈ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഒരു എക്സ്പേർട്ട് പറഞ്ഞുതരും എങ്ങനെയാണ് ഇത് ട്രീ വരയ്ക്കേണ്ടത്. ഫാമിലി ട്രീ വരച്ച് തന്നെ പഠിക്കുക. മെൻസുറേഷനിൽ ഏതെല്ലാമാണ് കൂടുതൽ ചോദിക്കുന്നത്, കോണിക് സെക്ഷൻസ്, ഇതെല്ലാം എങ്ങനെയാ ചോദിക്കുന്നത് പറഞ്ഞുതരും. അങ്ങനെ മാത്സിനെ ടാക്കിൾ ചെയ്യാൻ പഠിക്കുക. മാത്സ് കൊണ്ട് കഴിഞ്ഞോ ഇല്ല. ഇനി ഇതിൽ ഏറ്റവും എളുപ്പമുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള സ്ഥലം ഏതാ? ഇംഗ്ലീഷ് തന്നെയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. നമുക്ക് ഇംഗ്ലീഷ് ഒരു പേടിയാണ് കേട്ടോ കേൾക്കുമ്പോ. പക്ഷെ അതല്ല, ശരിക്കും കൃത്യമായിട്ടൊരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്ന് സ്കോർ ചെയ്യാം. 20ൽ 20 വാങ്ങിക്കണം എന്നൊന്നും പറയുന്നില്ല. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, സിനോണിം, ആന്റോണിം എന്ന് പറയുന്ന 2 സാധനം ഒരുപാട് പഠിക്കാനുണ്ട്. ഇനിയുള്ള 60 ദിവസത്തിൽ എല്ലാ ദിവസവും പഠിച്ചാൽ പോലും എത്തില്ല. സിനോണിം ആന്റോണിം തീരുമോ എന്നുള്ളത് ചോദിച്ചിട്ടാണ്. പക്ഷേ അവിടെയും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് എന്താ, റിപ്പോർട്ടഡ് സ്പീച്ച്, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ആക്റ്റീവ് പാസീവ് വോയിസ്, കറക്ഷൻ ഓഫ് സെന്റൻസസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, ഇതെല്ലാം വരുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്. സ്വന്തമായിട്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയാം, നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയുമെങ്കിലും ഇത് ഗ്രാമറിൽ പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അവിടെ വീണ്ടും ഒരു എക്സ്പേർട്ട് അഡ്വൈസ് എടുക്കുന്നതാണ് നല്ലത്. 60 ദിവസം കൊണ്ട് ഈ എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രം പറയുന്ന മെയിൻസിനെ പറ്റി എല്ലാം നമ്മൾ സംസാരിക്കുന്നത് ചെയ്യാൻ പറ്റും. 20ൽ 18 നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അത് പറ്റുന്ന ഒരു കാര്യമല്ലേ, നല്ലൊരു സ്കോറാണ്. നല്ലൊരു സ്കോറാണ്, പറ്റും. ഇനി അടുത്തതിലേക്ക് കടന്നാൽ മലയാളം. അതെ, 14 ടോപ്പിക്കേ ഉള്ളൂ, 10 മാർക്ക് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, വേറെ ഏത് സബ്ജക്റ്റിലുണ്ട് 14 ടോപ്പിക്ക് പഠിക്കേണ്ട? വേറെ ഏത് സബ്ജക്ട് ഉണ്ട് 14 ടോപ്പിക്ക് 10 മാർക്ക്? 10 മാർക്ക് എന്തുണ്ട്? അതായത് ഈ 14ൽ 1, 2, 3 ടോപ്പിക് എന്ത് ചെയ്യും, ഇത് സ്കിപ്പ് ചെയ്യും, ബാക്കി ടോപ്പിക്കിന്ന് ചോദിക്കും. അവിടെയും എന്തുണ്ട്, 8 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ട്. പക്ഷെ 2 മാർക്ക് എവിടെയാ സാറേ പോവാ? അത്
തീർച്ചയായിട്ടും നമ്മൾ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ പര്യായം വിപരീതം അത് തന്നെയാണ്. എന്താ വരിക എന്ന് പറയാൻ പറ്റില്ല. എത്ര പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയാലും കുറച്ച് പര്യായങ്ങൾ കയ്യിൽ നിന്ന് പോകും. അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് പറയുന്നത് ജലം എന്ന് പറയുന്ന ഒരു വാക്കിന് നമ്മളൊരു 10 പര്യായം പഠിച്ചിട്ടുണ്ടെന്ന് വെക്കുക. പക്ഷെ എന്നാലും ഒരു 11ാമത്തെ അപ്പുറത്തുണ്ട്. അത് ചോദിച്ചാൽ നമ്മൾ വീണ്ടും അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. എങ്കിലും 8 മാർക്ക് സ്കോർ. പക്ഷെ എന്നാലും ഈ പര്യായത്തിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ പര്യായത്തിൽ ഒരു കാര്യമുണ്ട്. നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട്, പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതും മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ. അപ്പൊ അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് അതെങ്കിലും ഒന്ന് പഠിക്കുകയാണെങ്കിൽ എന്താ കാര്യം? എല്ലാവരും ചെയ്യുന്ന ചോദ്യത്തിന് ഉത്തരം എനിക്കും കിട്ടും. അവിടെയും ഒരു 8 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. സോ എനിക്ക് 50 എത്രയായി? 40+. ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് തോന്നും ഈ സാർ എന്തെന്നാ ഈ പറയണേ, 18 കിട്ടില്ലായിരിക്കും. 40 എത്തിക്കുക, 50 40 എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്, ചെയ്തിരിക്കണം. അവിടെ നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് അഡ്വൈസ് വേണം. അവിടെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് കോൺസെൻട്രേഷൻ. നമ്മളത് ചെയ്യുന്നുണ്ട് സാറേ. ഓക്കെ അല്ലെ? 17 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഈ 40 മാർക്ക് കൊണ്ട് തീരുമെന്ന് ഞാൻ പറയുന്നില്ല. GK നമ്മൾ പറഞ്ഞു 40 പിന്നെയും 55 കടക്കണമെങ്കിൽ ഒരു 15 മാർക്ക് വേണം. ഒരു IT-യുടെ 5 മാർക്കും GK-യും. ഓക്കെ, ഇപ്പൊ സാറ് 40 ഞങ്ങളെ എത്തിച്ച സ്ഥിതിക്ക് ബാക്കിയുള്ള മാർക്ക് ഞാൻ പറയാം. ഓക്കെ, 40 എത്തിയ സ്ഥിതിക്ക് ഇനി എനിക്ക് നല്ല ധൈര്യമാണ്. അപ്പൊ ഈ ബാക്കിയുള്ള 15 മാർക്ക് ഞാൻ അതിലേക്ക് ഒന്ന് കൂട്ടി പറയുകയാണ്. 20 മാർക്കിലേക്കാണ് ബാക്കി പോർഷൻ നമ്മൾ 20 മാർക്ക് ചെയ്യാം. 50 20 ഞാൻ പറയുന്നു. ഏറ്റവും ആദ്യമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ GK-യുടെ ഭാഗത്ത് നിന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് എടുക്കുക. കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ട് പറയുന്ന ഒരു ഭാഗം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. ആ ഭാഗം നമുക്ക് ഒരുപാട് ഒരു 50% നമ്മൾ വായിച്ചെത്തിയ ഭാഗം തന്നെയാണ്. അവിടെ നിന്ന് മാർക്ക് വരാം. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്ന ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. എമർജൻസി, ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ്സ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിരിക്കുന്നത് 42 44. ഈ 2 അമെന്റ്മെന്റ്. കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ 73 74 പഞ്ചായത്ത് രാജ്യവുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഞാൻ പറയുന്നു 5 മാർക്കിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 2 മാർക്ക് സ്കോർ ചെയ്യാം. മതി. 2ലേക്ക് നിങ്ങൾ ഈ 5 2 3 അതാണ് ഞാൻ പറയുന്നത്. അതെ, റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാം. 60 ദിവസമല്ലേ ഉള്ളൂ. 3 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ശരി, അത് കഴിഞ്ഞാൽ ഞാൻ പറയും ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട്. അത് കേരള ഹിസ്റ്ററിയും ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററിയും ഉണ്ട്. 2 കൂടിയിട്ട് 10 മാർക്കിനാണ്. വേൾഡ് ഹിസ്റ്ററിയും കൂടിയിട്ട് 3 കൂടിയിട്ട് 10 മാർക്കിനാണ് പറയുന്നത്. അവിടെ ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളവുമായി യൂറോപ്യന്മാരുടെ ആഗമനം സ്ഥിരം ചോദ്യമാണ്. നമ്മൾ എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയിട്ട് തയ്യാറായിട്ടിരിക്കുന്നവരാണെങ്കിൽ കുറച്ചും കൂടി നല്ലത്. അല്ലാത്തവർക്കാണെങ്കിലും വായിച്ചു കഴിഞ്ഞാൽ ഓരോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് യൂറോപ്യന്മാരുടെ ആഗമനം. then അത് കഴിഞ്ഞാൽ കേരളവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഒരു സമര ചരിത്രം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, വൈക്കം സത്യാഗ്രഹം പോലെയുള്ള സമരങ്ങൾ. ഇവിടെ നിന്ന് നമുക്കൊരു മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നെ വരുന്നത് ആഫ്റ്റർ ഒരു കേരളവുമായി ബന്ധപ്പെട്ട് കേരളം രൂപീകരിച്ചതിന് ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിനേക്കാൾ കൂടുതൽ വേണ്ടി വരിക ഐക്യ കേരള പ്രസ്ഥാനം, കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ടൊരു ഭാഗത്തുനിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ ഇവിടെ നിന്നെല്ലാം കൂടിയിട്ട് പറയുന്നു കേരളവുമായി ബന്ധപ്പെട്ട് ഞാൻ സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 2 മാർക്കാണ്. കേരള ഹിസ്റ്ററി മാത്രമേ. ഓക്കെ, ഇനി ഞാൻ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തത് കേരള ഹിസ്റ്ററിയിലാണ്. അതെ, എന്നിട്ട് ഞാനത് നേരെ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് കടക്കുകയാണെങ്കിൽ പറയും ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗം തന്നെയാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. നമ്മുടെ സിലബസിൽ മിഡീവൽ ഇന്ത്യ പറയുന്നുണ്ടെങ്കിലും നമുക്ക് വായിച്ചെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. അപ്പൊ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ളത് 1ാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ഒരു ചോദ്യം ഒന്നെങ്കിൽ അത് എവിടെ കലാപം നയിച്ച ആള്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉറപ്പാണ്. അപ്പൊ അവിടുന്ന് ഒരു മാർക്ക്. ഗാന്ധിയൻ യുഗം എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ്. ഗാന്ധിജി നടത്തിയ സമരങ്ങൾ 1915 ശേഷം ഗാന്ധിജി ഇന്ത്യയിൽ എത്തുകയും അതിനുശേഷം ഇന്ത്യൻ സമരത്തിൽ വന്ന മാറ്റം. അപ്പൊ ആ ഒരു ഏരിയ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചോദ്യങ്ങൾ വരാറുണ്ട്. ആദ്യത്തെ വനിതാ പ്രസിഡന്റോ അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കാണാറില്ലെങ്കിലും ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ മീൻസ് ഒരു MCQ സാധ്യതയുണ്ട്. അപ്പൊ അവിടുന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 3 മാർക്കാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 3 മാർക്ക്. അപ്പൊ ഞാൻ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 5 മാർക്കായി. ഇനി വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമരങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ എന്ന് തന്നെ പറയാം. ഫ്രഞ്ച് റവല്യൂഷൻ ആണെങ്കിലും ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണെങ്കിലും അവിടുന്ന് ഞാൻ ചോദിക്കുന്നു 1 2 ചോദ്യമാണ് വരുള്ളൂ. 1 മാർക്കേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പൊ എനിക്ക് ഹിസ്റ്ററിയിൽ നിന്ന് 10 3 2 5 6 മാർക്ക് എനിക്ക് അവിടെ സ്കോർ ചെയ്യാൻ സാധിച്ചു. ഇനി തൊട്ടടുത്തൊരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു ഏരിയ പറയുകയാണെങ്കിൽ ഞാൻ പറയും പ്രധാനമായിട്ടും ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്, എങ്കിലും എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന നീതി ആയോഗിന്റെ ഭാഗം, പഞ്ചവത്സര പദ്ധതി പോലെയുള്ള ഭാഗം, അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏരിയയും നമുക്ക് വായിച്ചെത്തിയിലും ഒരു മാർക്കോ 2 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഏരിയ നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ അവിടുന്ന് ഞാനൊരു 2 മാർക്ക് പ്രതീക്ഷിക്കും. 5 മാർക്കിൽ 2 ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനുശേഷം ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 10 മാർക്കാണ്. വലിയൊരു ഏരിയയാണ്.
അപ്പോൾ 10 മാർക്ക് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും, പക്ഷെ നമുക്ക് അതിനുള്ള ടൈം ഇല്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അപ്പൊ അവിടെ ഏറ്റവും കൂടുതൽ കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തിയിട്ട് ആ ഒരു ഏരിയനെ കൃത്യമായിട്ട് കറണ്ട് അഫെയറിനായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പൊ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നൊബൽ പ്രൈസുമായി എക്കണോമിക്സിൽ അങ്ങനെ ആ ഒരു ഏരിയ അവാർഡ്സുകൾ. ഇപ്പൊ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റിലെ സ്കോറുകൾ, അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ടെന്നീസ്, അങ്ങനെ. അപ്പൊ കറണ്ട് അഫെയറുമായി ബന്ധപ്പെടുത്തി അപ്പൊ ഞാൻ ഈ 10 മാർക്കിനെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എല്ലാ ടോപ്പിക്കും പഠിച്ചെത്തില്ല അതില്, പക്ഷെ ഞാനൊരു 4 5 പ്ലസ് കറണ്ട് അഫെയർ ആണ് 4 5. അപ്പൊ തന്നെ ഞാൻ ഏകദേശം 52 മാർക്കിന്റെ അടുത്തേക്ക് എത്തി. അതായത് ഇപ്പൊ നിലവിൽ സാറ് പറഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചോദിക്കുന്ന ആ കട്ട് ഓഫിലേക്ക് ഞാൻ എത്തി. ഇനിയും എനിക്ക് കിടക്കുന്നുണ്ട് ടോപ്പിക്സ്. IT തൊട്ടിട്ടില്ല. IT 5 മാർക്കിന്റെ ചോദ്യമാണ്, ചെറിയ ഏരിയ പഠിക്കാനുള്ളൂ. IT 3 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. IT പക്ഷെ നിങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണ് IT എന്ന് വിചാരിക്കരുത്. ആ കാലമൊക്കെ PSC കടന്നിട്ട് ഒരുപാട് കാലമായി. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നൊക്കെ PSC പുറത്തുപോയി. ഇപ്പൊ PSC പോകുന്നത് സർവീസസിലേക്കാണ്. സർവീസസ് എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് നെറ്റ്വർക്ക്, ഇമെയിൽ, സെർച്ച് എഞ്ചിൻ, മുകളിലോട്ട് പോയാൽ IT ആക്ട് എന്നൊരു ചോദ്യം ചോദിച്ചിരിക്കും. അതെ, ഏത് പരീക്ഷ എടുത്തോ IT ആക്ട് ഒരു സെക്ഷൻ ചോദിച്ചിരിക്കും. നമ്മുടെ പ്രൈവസി ഏതാണ്, സൈബർ ടെററിസം ഏതാണ്, ഒരു ചോദ്യം ചോദിച്ചിരിക്കും. 66F ആണോ, 66E ആണോ, 66A ആണോ, ബുദ്ധിമുട്ടാണ്. സോ അതൊന്ന് നോക്കി വെക്കുക. പിന്നെ നെറ്റ്വർക്കിംഗ് ഡിവൈസസ്, എന്ത് പരീക്ഷ എടുത്തോ, സ്വിച്ച് എന്താ, ഹബ് എന്താ, പിന്നെ റൂട്ടർ എന്താ, ബ്രിഡ്ജ് എന്താ, കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് പ്രിലിംസിനുണ്ടായി, അതിന് മുന്നത്തെ യൂണിവേഴ്സിറ്റി പ്രിലിംസിനുണ്ടായി. ഇതെല്ലാത്തിനും ഈ ഒരു ചോദ്യം ഉണ്ടോ? സോ കോർ ഏരിയാസ് മനസ്സിലാക്കുക. സാറ് പറഞ്ഞതുപോലെ ഏകദേശം 57 മാർക്കിൽ നമ്മൾ എത്തി. ഇവിടെ നമുക്ക് ഇനി ജോഗ്രഫി ബാക്കിയുണ്ട്. അതെ, ജോഗ്രഫി ബാക്കിയുണ്ട്. 3 മാർക്ക് കൂട്ടിയാൽ തന്നെ 60 മാർക്കായി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ GK വാസ്റ്റ് ആണ്. ഞാൻ അവിടുത്തെ 50 മാർക്കിൽ നിന്ന് 40 സ്കോർ ചെയ്തു. വാസ്റ്റായ GK ഒരു 15 to 20 മാർക്ക് സ്കോർ ചെയ്തു. നിങ്ങൾ കൺക്ലൂഷൻ മാത്രം ഒന്ന് ആലോചിച്ച് വയ്ക്കുക. നമ്മൾ എത്ര മാർക്കിലേക്ക് എത്തി? 55-60 മാർക്കിലേക്ക് എത്തി. പ്രാഥമിക പരീക്ഷ അല്ലെങ്കിൽ പ്രിലിംസ് പാസ്സാവുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിനെല്ലാം നിങ്ങൾക്ക് എന്ത് വേണം? ഒരു എക്സ്പേർട്ട് അഡ്വൈസ് വേണം. ചെറിയ സമയം കൊണ്ട് പാസ്സാവണം. 60 ദിവസമേ നിങ്ങളുടെ മുന്നിലുള്ളൂ. 60 ദിവസം കൊണ്ട് പാസ്സാവണം. സ്റ്റേറ്റ്മെന്റുകൾ ക്രാക്ക് ചെയ്യാനുള്ള ഐഡിയ ആലോചിക്കുക. കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിരിക്കും കൂടുതൽ. ആ സമയത്ത് കലാകായികം, ലിറ്ററേച്ചർ, ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നത് മിക്കവാറും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാവില്ല, ഫാക്റ്റുകളായിരിക്കും. IT ഭാഗത്ത് നിന്ന് ഫാക്റ്റുകളായിരിക്കും. ഈ വ്യത്യാസങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട്. പ്രഗത്ഭരായിട്ടുള്ള ടീച്ചർ, ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ശ്രീകല മിസ്, മലയാളം പഠിപ്പിക്കുന്ന രേവതി മിസ്, ദിജേഷ് സാറ് GK കൈകാര്യം ചെയ്യുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ വരുന്നു. റിലേഷൻസ് പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ആശാ മിസ് വരുന്നു. ഇത്രയും പേരൊരു ടീമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത്. മിറാക്കിൾ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. മാർച്ച് 5-ാം തീയതി തുടങ്ങുകയാണ്. ഈ ഒരു സ്ട്രക്ചറിൽ നിങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ കൂടുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഈ കോഴ്സിന്റെ ഭാഗമാക്കാവുക. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.